ഞാൻ നാസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിദ്യാഭ്യാസ രംഗത്ത് UAE ഒരു 2 പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പരിചയമുള്ള എനിക്ക് തോന്നുന്നു 50,000-ഓളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. എക്സലൻസിൻ്റെ ഉടമ അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫസർ കൂടിയാണ്. പ്രൊഫസർ അൻസാരി ഇബ്രാഹിം അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ചാനൽ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് സ്വാഗതം. അസ്സലാമു അലൈക്കും. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എൻ്റെ മുമ്പിൽ ഒരു പുസ്തകമുണ്ട്. ഇത് എനിക്ക് വന്നിപ്പോൾ ഒരു 2 മാസം മുമ്പ് പബ്ലിഷ് ചെയ്തതാണ് അല്ലേ? ഇത് അൻസാരി സാഹിബിൻ്റെ ജീവിത കഥകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട്, ഞാനത് മൊത്തം വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ഇവിടെ വെച്ച് തുടങ്ങാം. കൊല്ലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നു UAE വിദ്യാഭ്യാസ രംഗത്തൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത അൻസാരി സാഹിബിൻ്റെ ഈ വളർച്ചയുടെ ഈ പടവുകൾ, അത് എനിക്ക് തോന്നുന്നു മറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ സംരംഭകർക്കൊക്കെ തന്നെ വലിയൊരു അറിവായിരിക്കും, അവർക്കൊരു പ്രചോദനം കൂടിയായിരിക്കും. നമ്മളതിന് പറഞ്ഞു തുടങ്ങാം. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. നാസർ പൊന്നാട് അദ്ദേഹം എൻ്റെ വളരെ ദീർഘകാലം മുമ്പുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ഒരുപാട് ആൾക്കാരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പല പ്രാവശ്യവും ഞങ്ങൾ പല വേദികളിൽ വെച്ച് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാനലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വളരെ ഉപയോഗപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഓൺലൈൻ മീഡിയ ഒരുപാടുണ്ടെങ്കിലും അതിൽ ഒന്നാം സ്ഥാനത്ത് UAE ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഓൺലൈൻ മീഡിയയാണ് 5+ മീഡിയ. അദ്ദേഹം ഇതേപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഇതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് മലയാളികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് പറയുകയാണെങ്കിൽ, ഞാൻ 2004 ഒരു ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8ാമത്തെ റാങ്കോടുകൂടി MBA പാസ്സായ ഒരാളാണ്. ശരി. 2003 കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 2003 MBA 8ാമത്തെ റാങ്ക് കൂടി പാസ്സാവുകയും അതിനുശേഷം UAE വരികയും ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൽ ഒരു ചെറിയൊരു അധ്യാപകനായി സേവനം തുടങ്ങുന്ന ഒരാളാണ്. ഒരു ചെറിയ ഡൗട്ട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാമല്ലോ. 24 വർഷം, എത്ര? 20 വർഷം, 22 വർഷമായി. 22 വർഷം ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളുടെ പ്രായം ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. ഇല്ലില്ല, കുഴപ്പമില്ല. എത്ര വയസ്സായപ്പോ? ഇപ്പൊ എനിക്ക് 47 വയസ്സായി. 40. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 23 വയസ്സിൽ ഒരു പക്വതൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാനതങ്ങനെ ആലോചിച്ചത്. 47 വയസ്സുള്ള ഒരാള് 24 വർഷത്തിലധിക കാലം ഈ രംഗത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, അപ്പം അന്ന് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കാതെ തന്നെ പറയാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ 2004 ഇവിടെ വരുമ്പോൾ ഈ UAE ഒരു പ്രത്യേകത, ദുബായിയുടെ പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു സാഹചര്യം അന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് കമ്പനികളിൽ CV കൊടുക്കുകയും ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ പടച്ചവൻ സർവ്വതമ്പുരാൻ നമുക്കൊരു ഡെസ്റ്റിനി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല പല മേഖലകളിലും, നമ്മൾ നാട്ടിൽ ജോലി ചെയ്ത പല മേഖലകളിലും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും നമുക്കൊരു ജോലി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരാളുടെ ചെറിയൊരു സജഷനാണ്, എന്തുകൊണ്ട് അൻസാരി ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കടന്നുകൂടെ എന്നുള്ള എൻ്റെ റൂംമേറ്റായ ഒരാളുടെ മനസ്സിലെ ഒരു ചോദ്യമാണ്. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇത്രയും ശ്രമിച്ചു, ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, ജോലി ഒന്നും ആവുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ നമുക്ക് കിട്ടും, റെഡിയാവും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പോയിന്റ് നമ്മളെ പെട്ടെന്ന് വഴിതിരിച്ചു വിടുക. ജീവിതത്തിൽ നമ്മൾ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക്, അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു ജോലി കിട്ടി. ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചെറിയ അധ്യാപകനായിട്ട്
സാധാ ജൂനിയർ ലെക്ചറായിട്ട് നമ്മുടെ കരിയർ ഇവിടെ UAE സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരികയും ഒരുപാട് സ്റ്റുഡൻസിനെ ക്ലാസ് എടുക്കുകയും ഏകദേശം ഞാൻ ഒരു ദിവസം 10-13 മണിക്കൂർ വരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം 2-3 ബാച്ചുകളുണ്ടാവും. രാവിലെ ഒരു മോർണിംഗ് ബാച്ച് ഉണ്ടാവും 9 മുതൽ 1:30 വരെ. അതിനുശേഷം അതിനകത്ത് ബാച്ചിലേഴ്സ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ബാച്ച്. ഏത് സബ്ജക്റ്റ് ആണെന്ന്? ഞാൻ മാനേജ്മെന്റിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അങ്ങനെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൂടുതൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു ദിവസം ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ സംഭവിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ ഒരാളുടെ നമ്മുടെ കോളേജിൻ്റെ തന്നെ മാർക്കറ്റിംഗ് മാനേജറുടെ ക്യാബിനിൽ പോയിട്ട് നമ്മളിങ്ങനെ മാഗസീൻസ് വായിച്ചുകൊണ്ടിരിക്കുക. പിന്നാണല്ലോ ഓൺലൈൻ മീഡിയയും അതുകൂടെ പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ. അന്ന് പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ബിസിനസ് വേൾഡ്, ബിസിനസ് ഇന്ത്യ ടുഡേ എന്നൊക്കെ പറയുന്ന ഒരുപാട് മാഗസീൻസ് ഉണ്ട്. നമ്മൾ ഒരു അധ്യാപകനാകുമ്പോൾ എപ്പോഴും നമ്മൾ മാഗസീൻസ് വായിക്കുകയും അതിലുള്ള ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുകയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മാഗസീൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാരൻസും അവരുടെ കുട്ടിയായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് മാൻ്റെ ക്യാബിനിലേക്ക് വരികയും അവരൊരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാൻ പോയി. അവർ പറഞ്ഞു വേണ്ട, സാറോട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെതെല്ലാം കേട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് അവരെ 1-2 പോയിന്റ്സുകൾ പറയാൻ അവരുടെ അടുത്ത്. ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ രീതിയിലാണ് നോക്കേണ്ടത്, ഭാവിയിൽ നമുക്ക് എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, അങ്ങനെയൊക്കെ നമ്മൾ പറയണമെന്ന് നമ്മളെ ഇതിലിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിൽ ഒരു കൺവിൻസിങ് പവർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ ആ മാർക്കറ്റിംഗ് മാനേജർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിന് ഇത്രയും കൺവിൻസിങ് പവർ ഉണ്ടല്ലോ, സാറിന് എന്തുകൊണ്ട് അഡ്മിഷൻസ് എടുത്തുകൂടാ? അപ്പോൾ അവിടുന്ന് അടുത്ത വഴിത്തിരിവിലേക്ക് മാറും, നമ്മൾ അഡ്മിഷൻസ് മാനേജറായിട്ട് മാറും. തുടർന്ന് വരുന്ന ഒരു കണ്ടിന്യൂസ് ഏകദേശം ഒരു 13 വർഷത്തോളം പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പഠിപ്പിക്കുകയും അതിനോടൊപ്പം അഡ്മിഷൻസ് എടുക്കുന്ന ഒരാളായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു 2012 നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്നും ഒരു എഡ്യൂക്കേഷണൽ സർവീസ് പ്രൊവൈഡർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാം എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. അത് എൻ്റെ മുമ്പുണ്ടായിരുന്ന എൻ്റെ ഓൺട്രപ്രണേഴ്സ്, എൻ്റെ മുമ്പുണ്ടായിരുന്ന എംപ്ലോയേഴ്സ്, അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു സ്വാധീനം നമുക്കുണ്ട്. പലരിൽ നിന്നും പല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 2012 ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത്. ആ സ്ഥാപനത്തിലൂടെ വളർന്നു വരികയും ആ സ്ഥാപനം നമ്മൾ കൂടുതലായിട്ടും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മൾ 10th പഠിച്ചു, അല്ലെങ്കിൽ 12th പഠിച്ചു, പിന്നെ ഡിഗ്രി പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചു. ആ സമയത്ത് പെൺകുട്ടികളുടെ മാരേജ് സംഭവിക്കും. അപ്പോൾ പെൺകുട്ടികളുടെ പാരന്റ്സിന് അറിയാമല്ലോ, അവര് എങ്ങനെയെങ്കിലും ആ കുട്ടികളെ നല്ലൊരു വിവാഹത്തിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ മലബാറിലാണ് കൂടുതൽ 18 വയസ്സാകാൻ കാത്തു നിൽക്കുകയാണ്. അതെ, 18 വയസ്സും ആവാറില്ല. അതെ. അപ്പൊ അങ്ങനെയുള്ള ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഈ എഡ്യൂക്കേഷൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ കുട്ടികളെല്ലാം വിവാഹം കഴിഞ്ഞ് ഇവിടെ വരിക. അപ്പൊ അവർക്ക് കുറെ കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് ഉയരണമെന്ന ഒരു ആഗ്രഹമുണ്ട്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കാം. 1990-2000 കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു വിസ എടുത്ത് ദുബായിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ഒരു ഒബ്ജക്റ്റീവ്. ആ വിസ എടുത്ത് നമ്മൾ ഈ ദുബായിൽ വന്ന് നമ്മളൊരു 5-10 വർഷം നമ്മൾ വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് തുടർ പ്രൊമോഷൻ നമുക്ക് കിട്ടുന്നില്ല, കാരണം ഡിഗ്രി ഇല്ല. ഇങ്ങനെയുള്ള ഒരുപാട് ബഹുഭൂരിപക്ഷം പ്രവാസികൾ ഈ GCC രാജ്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, അതുകൂടാതെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. അങ്ങനെയാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയും ദൈവാനുഗ്രഹം കൊണ്ട് ഏകദേശം ഒരു 12-13 വർഷത്തോളം ആ സ്ഥാപനം മുന്നോട്ട് പോവുകയും ഏകദേശം എൻ്റെ ഒരു അഡ്മിഷൻസിൻ്റെ ഒരു ജീവിത മേഖലയിൽ ജൈത്രയാത്രയിലൂടെ ഏകദേശം 57,000-ഓളം സ്റ്റുഡൻസ്. 57,000 ഈ UAE മാത്രമല്ല, മൊത്തം GCC രാജ്യം, വേൾഡിലെല്ലാം എല്ലാ ഭാഗത്തും പുറത്ത് നമ്മുടെ കൂടെ ഡിഗ്രി പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കെല്ലാം ഒരു ജീവിതത്തിലെ ഒരു വെളിച്ചം നമ്മൾ കൊടുക്കുക. അടഞ്ഞു കിടന്ന ഒരു ഇതിൽ നിന്ന് ഒരു പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി, ഇനി അതല്ല വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിഗ്രി മസ്റ്റാണ്. ഇനി ഡിഗ്രി കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് മാസ്റ്റർ ഡിഗ്രി, ഇനി മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലോ അവർക്ക് ഡോക്ടറേറ്റ്. ഏകദേശം 400ഓളം സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഒരു 120 എല്ലാ രാജ്യക്കാരുണ്ട്. എല്ലാ രാജ്യക്കാരുണ്ട്, കൂടുതലും ഇന്ത്യൻസും മലയാളീസും ആണ്. അതുകൂടാതെ തന്നെ ഏകദേശം ഒരു 117 ആൾക്കാർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളാണ് അധികം, അതോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളാണ് അധികം. കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതലും ഫെമിലിയറും അവർക്ക് കംഫർട്ടബിൾ ആയാലും നാളെ ഒരു സമയത്ത് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ ആ സമയത്ത് നമ്മൾ ഈ എടുത്ത ഡിഗ്രികൾ നാട്ടിൽ ഉപയോഗപ്രദമാണ്. അങ്ങനെ ഉപയോഗപ്രദമാണെങ്കിൽ ആ ഡിഗ്രി ഇവിടെയും നാട്ടിലും വാല്യൂ ഉള്ളതായിരിക്കും. ഞാൻ മറ്റു യൂണിവേഴ്സിറ്റികളൊന്നും ഞാൻ ഇകഴ്ത്തി പറയുകയല്ല, കാരണം മറ്റു പല യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ വാലിഡിറ്റി ഇല്ല. അതൊരു സത്യമായ കാര്യം. ഇവിടെ കിട്ടാത്ത വാലിഡിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. എവിടെ? യുഎയിൽ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. യുഎയിൽ ചില ഡിഗ്രികൾക്ക് വാലിഡിറ്റി കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ട്. അപ്പോൾ ആ ഒരു മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻസിന് ഒരുപാട് പേര് ഡോക്ടറേറ്റ് ഇപ്പൊ കംപ്ലീറ്റ്, ഇപ്പൊ ഏകദേശം 200ഓളം സ്റ്റുഡൻസ് എന്നോടൊപ്പം ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിനിടയിൽ ഞാനും എൻ്റെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ലൈഫിലെ ഒരു ജൈത്രയാത്ര, ഒരു MBA കാരൻ എങ്ങനെ ജീവിതത്തിൽ സക്സസിലേക്ക് എത്തണം, അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ എഴുതിയ, എൻ്റെ അനുഭവങ്ങളിലൂടെ എഴുതിയൊരു ബുക്കാണ് സംരംഭകൻ. അതെ, സംരംഭകനായി എത്തിയ. ഇത് ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഒരു മാതൃകയാണ്. എല്ലാവർക്കും തന്നെ ഇത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു പുസ്തകമല്ല, ഇതൊരു ജീവിത യാത്രയാണ്, അല്ലേ? കറക്റ്റ്, അങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് അപ്പോൾ നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ, നമ്മൾ വളർച്ചയുടെ വഴികൾ നമ്മൾ പറഞ്ഞു വന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സലൻസ് എഡ്യൂക്കേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മളത് പറയും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ പരിചയപ്പെടുന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല, എന്ത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മളൊക്കെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ പറയും, പണ്ട് കുറേ തവളകൾ, സാറ് പ്രസംഗിക്കുന്നതായിരിക്കും, അല്ലേ? തവളകൾ ഒരു കിണറ്റ് ചാടിയപ്പോൾ, ഒരു തവള കിണറ്റ് ചാടിയപ്പോൾ തവളയോട് പറഞ്ഞ, ആരും ഇങ്ങോട്ട് ഇനി രക്ഷപ്പെടില്ല, നീ അവിടെ നിന്ന് അവിടെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ തവള വീണ്ടും വീണ്ടും ചാടി രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ കൂടെയുള്ള തവള പറഞ്ഞു, നീ എങ്ങനെ നമ്മളൊക്കെ നിന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്തു എന്ന് വെച്ചപ്പോൾ ആ തവളയുടെ അനിയൻ പറഞ്ഞു എന്ന് പറഞ്ഞു, അവന് ചെവിട് കേൾക്കൂല. ഈ പറഞ്ഞ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരാൻ കഴിയില്ല. കാരണം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അൻസാർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു ലിവർ രോഗിയാണ്. അപ്പൊ എന്നോട് ഡോക്ടർ പറയും മധുരം കഴിക്കാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മധുരമാണ്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ നിങ്ങൾ ഇനി മധുരം കഴിക്കേണ്ട മരുന്ന് തരില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഹവ്വാ ബീവിൻ്റെ ആളാണ്. കാരണം ഹവ്വാ ബീവി അന്ന് ആപ്പിൾ പടച്ചം തിന്നണ്ടെന്ന് പറഞ്ഞ് തിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിലെത്തൂല. ഉണ്ടാവോ? ഇവിടെ എഡ്യൂക്കേഷൻ തുടങ്ങാനും ചാനൽ തുടങ്ങാനും നമ്മളുണ്ടാവില്ല. നമ്മളവിടെ സ്വർഗത്തിൽ തന്നെ കൂടേണ്ടി വരും. അപ്പോൾ നമ്മുടെ പല ആളുകളും നമ്മൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നമ്മുടെ ചെയ്യരുത് എന്നാണ് പറയുക. അതിന് പ്രാധാന്യം കൊടുക്കാതെ ഈ കടുത്ത യാഥാർത്ഥ്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ രംഗത്തെത്തിയ അൻസാരി സാഹിബിന് എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് അവസാനമായിട്ട് എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? അതാണല്ലോ സാർ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഈ മിസ്റ്റർ MBA എന്നൊരു ബുക്കിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരാള് ഒരു കോഴ്സ്, ഒരു MBA എടുക്കാൻ ആഗ്രഹിക്കും. ആ MBA എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരു MBA കോഴ്സ് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ഒരു കോണിപ്പടിയാണ്. അതിലേക്ക് കയറുക, സ്റ്റെപ്സാണ്. അപ്പൊ അതിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു MBA എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് കോഴ്സും ആയിക്കോട്ടെ. MBA അല്ല, ഞാൻ MBA പഠിച്ചതുകൊണ്ടും MBAയിലൂടെ എങ്ങനെ വളർന്നു വരാമെന്നുള്ളത്, ഒരു MBA എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് സബ്ജക്റ്റ് ആണ്. ഏത് കമ്പനിയും നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഏത് കമ്പനി ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ,
അല്ല സപ്ലൈ ചെയിനായിട്ടുള്ള കമ്പനികളായിക്കോട്ടെ, ഏത് കമ്പനിയിലും മാനേജ്മെന്റ് ഉണ്ട്. ആ മാനേജ്മെന്റ് പഠിക്കുന്നതാണ് MBA. ആ MBA പഠിക്കുന്ന ഒരാൾ MBA പഠനത്തിലൂടൊപ്പം ആ പഠിച്ചു കഴിഞ്ഞ് അയാൾ ഇങ്ങനെ ഓരോ പടവുകൾ കയറി പോവാണ്. അയാൾ ആദ്യം ഒരു MBA ആസ്പിരന്റ് ആണ്. MBA ആസ്പിരന്റ് എന്ന് പറയുമ്പോൾ MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അത് കഴിഞ്ഞ് MBA സ്റ്റുഡൻ്റായി മാറി. അതിനുശേഷം MBA ഗ്രാജുവേറ്റ് ആയി, കോഴ്സ് കഴിഞ്ഞിറങ്ങി. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു ജോലി കിട്ടി, MBA എക്സിക്യൂട്ടീവ് ആണ്. അതിനുശേഷം കുറേ വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ അദ്ദേഹം MBA പ്രൊഫഷണലായി മാറി. ആ MBA പ്രൊഫഷണലായി നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളിനി സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങും. അതിനാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന സ്റ്റേജിലേക്ക് സംരംഭകനായി മാറും. അപ്പോൾ സംരംഭകനൊക്കെ ആയി നമ്മൾ കുറേ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ കുറേ കൂടെ പഠിച്ച് ഒരു കാര്യത്തിൽ അപഗ്രഥനം ചെയ്യുക, കൂടുതൽ അവഗാഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡോക്ടറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡോക്ടറേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റിൽ നോളജ് വരും. ആ നോളജാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ചാപ്റ്റർ നമ്പർ 9 and 10 ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കുറച്ച് ഹ്യൂമൻ വാല്യൂസ്, എത്തിക്സ്, അതുകൂടാതെ കുറച്ച് സ്ട്രാറ്റജീസ്, ലൈഫിൽ എന്തൊക്കെ സ്ട്രാറ്റജികൾ, നമ്മൾ പാരൻസിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ വൈഫിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അതുപോലെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, സഹജീവികളോട് ബിസിനസ് പാർട്ട്നേഴ്സിനോട് എങ്ങനെ അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്നുള്ള ഒരു ചാപ്റ്റർ നമ്പർ 9 ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്പർ 10 ഉണ്ട്, ദ പാത്ത് വേ ടു സക്സസ്, ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള വഴികൾ. അതിൽ ഞാൻ 6 പോയിന്റിലാണ് പറയുന്നത് ആ ഒരു ചാപ്റ്റർ നമ്പർ 10. അതിൽ ആ 6 പോയിന്റിലെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്നാണ്. നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഗോൾസ് എന്ന് പറയുന്നത്. എല്ലാ ഡ്രീംസും നമുക്ക് ഗോൾസ് ആക്കി മാറ്റാൻ കഴിയില്ല. കാരണം പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവർക്കും, ഏത് കുട്ടിയുടെ ചോദിച്ചാലും നിനക്ക് എന്താവണം മോനെ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നൊരു ആൻസർ ഉണ്ട്, എനിക്ക് പൈലറ്റ് ആവണം എന്ന് പറയും. കാരണം അവൻ ചെറിയ പ്രായത്തിലെ അവൻ ഓർമ്മ വെച്ച ആ സമയത്തെ അവൻ ആകാശത്തൂടെ ആ പറന്നു പോകുന്ന ആ ഫ്ലൈറ്റിനെയാണ് കാണുന്നത്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം ആ ഫ്ലൈറ്റാണ്. അത് ഓടിക്കുക എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും മനസ്സിൽ വരുന്നത്. അത് ഡ്രീംസാണ്, സ്വപ്നങ്ങളാണ്. പക്ഷെ കുറച്ച് വളർന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും റിയാലിറ്റിയോട് നമ്മൾ അടുത്ത് വരികയും നമുക്ക് മനസ്സിലാവും പലതും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഗോൾസ് ആക്കി മാറ്റുക. ഇനി നമ്മൾ ഗോൾസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ്, നമ്മളെ ലക്ഷ്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ഡിസിഷൻ ആൻഡ് ഇനിഷ്യേഷൻ. കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കണം. തീരുമാനങ്ങൾ എടുത്താലോ ഒരു മൊമെന്റ് നമുക്ക് പിറകേക്ക് പോരുത്. മുന്നോട്ട് നമ്മൾ ഒരു കുതിര പോലെ നമ്മൾ നിൽക്കണം. അതാണ് റൈറ്റ് ഡിസിഷൻ ആൻഡ് ഇനിഷ്യേഷൻ. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇവിടെ നിങ്ങൾ 2 മാസം വിസിറ്റിന് ജോലിക്ക് വരും. ആദ്യം ജോലി കിട്ടിയില്ല, ഒരുപാട് ഇന്റർവ്യൂ പോയി ഫെയിലായി. ഒരിക്കലും നമ്മൾ തളരരുത്. വീണ്ടും അടുത്ത വിസിറ്റ് എടുക്കണം. വീണ്ടും നമ്മൾ ഒരുപാട് കമ്പനികളിൽ കയറി ഇറങ്ങണം. പരിചയക്കാരെ മൊത്തം എവിടെയൊക്കെ എന്തൊക്കെ ഫംഗ്ഷൻ ചെറുതുണ്ടെങ്കിലും അവിടെ എല്ലാം പോകണം. ആൾക്കാരുമായിട്ട് പരിചയപ്പെടണം, സംസാരിക്കണം, നെറ്റ്വർക്ക് ചെയ്യണം, റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. എവിടെ നിന്നാണ് നമുക്ക് ജോലി കിട്ടുന്നത് നമുക്കറിയത്തില്ല. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതായത് മിസ്റ്റേക്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് വഴിത്തിരിവുകൾ, ടേണിംഗ് പോയിന്റ്സ് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരാൾ പറഞ്ഞു എഡ്യൂക്കേഷനിലേക്ക് മാറും. എഡ്യൂക്കേഷൻ ഇപ്പോൾ ഒരാൾ പറയുന്നു അഡ്മിഷൻസിലേക്ക് മാറും. അഡ്മിഷൻസിൽ മാറി നമ്മൾ അഡ്മിഷൻ മാനേജർമാർ കുറേ കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത് മനസ്സ് പറയുന്നു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങി കഴിഞ്ഞു. ആ കമ്പനിയിൽ 10-13 വർഷം കഴിയുമ്പോൾ പറയുന്നു വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എക്സലൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ വഴിത്തിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഇകഴ്ത്തുകയും തരം താഴ്ത്തുകയും ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. അതൊന്നും ഒരിക്കലും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കരുത്. ഫർഗീവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാം മറന്നു കളയുക, വിട്ടേക്കുക, ഒന്നും നമ്മളെ മനസ്സിലേക്ക് കൊണ്ട് ബാക്കിലോട്ടൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതിനുവേണ്ടി സമയം കളയരുത്. അതൊന്നും ചിന്തിക്കുക, അതെല്ലാം അതിൻ്റെ വഴിക്ക് വിടുക. ആൻഡ് അവസാനത്തെ ഏറ്റവും എൻ്റെ ഈ ബുക്കിലെ 10th ചാപ്റ്ററാണ്. 10th ചാപ്റ്ററിൽ അവസാനത്തെ പോയിന്റാണ് ഗോഡ്സ് ഹാൻഡ്
റിഫ്ലക്റ്റൻസസ്, ദൈവത്തിൻ്റെ കരസ്പർശങ്ങൾ. എന്തൊക്കെയാണ്? ദൈവം നിങ്ങളടുത്ത് പല കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയും, പലതും നിങ്ങളടുത്ത് കാണിച്ചു തരും. ഇന്നത് ചെയ്യണ്ട, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യാൻ നല്ലതാണ്, ഇന്നത് ചെയ്തില്ലെങ്കിൽ ചെയ്തതിൽ നിങ്ങൾക്ക് കയറി വരാം, അങ്ങനെ പറയുന്നതാണ് ഈ 10ാമത്തെ ചാപ്റ്റർ. നമ്മൾ സെയിൽസിനുണ്ട്, ഈ ബുക്ക് സെയിൽസിനുണ്ട്, ആമസോണിൽ അവൈലബിൾ ആണ്. 49 dirhams ആണ് ഈ ബുക്കിന്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള എൻ്റെ സ്ഥാപനത്തിലെ എക്സലൻസ് എഡ്യൂക്കേഷനിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ എല്ലാ സ്റ്റുഡൻസും, നമ്മുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. ഇത് വളരെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന കഥകളും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഓരോരുത്തർക്കും ജീവിതത്തിലേക്ക് എൻ്റെ അറിവിലൂടെ അവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടും കൂടിയാണ് ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കണം. നമ്പർ ഒന്ന് പറയോ? ഈ ബുക്ക് നമ്മുടെ ഇപ്പം ഈ ബുക്ക് അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ മിസ്റ്റർ MB എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഓഫീസ് നമ്പർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ഇതിൽ എഴുതി കാണിക്കും. ഓഫീസ് നമ്പർ നമ്മൾ എഴുതി കാണിക്കും. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എക്സലൻസിന്റെ UAE-യിലെയും അതുപോലെ GCC രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ കാനഡ, കുവൈറ്റ്, കാനഡ അതുപോലെ UK ഈ 2 രാജ്യങ്ങളുമാണ് ഇപ്പോൾ. ഇത്രയും രാജ്യങ്ങളിൽ എക്സലൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്. എക്സലൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ബുക്ക് ഓർഡർ ചെയ്ത് വരുത്താവുന്നതാണ്. അപ്പോൾ നന്ദി, ഇത്രയും സമയം നമുക്ക് വേണ്ടി അനുവദിച്ച് തന്നതിൽ.